വെൽക്കം ടു ഓൾ. ക്യുക്ക് റിവിഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് കോസ്റ്റ് ഓഫ് ഡെറ്റ് ആയിരുന്നു, റിഡീമബിൾ ആൻഡ് ഇറിഡീമബിൾ ഡെറ്റ്. അത് കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസ് ആണ് പ്രിഫറൻസ് ഷെയർസ്. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുത്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ അവർ എത്ര ഷെയർസ് ആണോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അവർക്ക് അതിനുള്ള ഡിവിഡൻഡ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഈസ് എ ഡിവിഡൻഡ് എക്സ്പെക്റ്റഡ് ബൈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഇവിടെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യണ ഡിവിഡൻ്റ് ആണ്. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഡിവിഡൻ്റ് ആണ്. നമ്മൾ കഴിഞ്ഞ കോസ്റ്റ് ഓഫ് ഡെറ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെറ്റിൻ്റെ കോസ്റ്റ് എന്തായിരുന്നു? ഇൻട്രസ്റ്റ് ആയിരുന്നു. നമ്മൾ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കണം ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കോസ്റ്റ് ഓഫ് ഡെറ്റിൽ വരുന്നത്. ഇവിടെ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഡിവിഡൻ്റ് ആണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ പ്രിഫറൻസ് ഷെയർസ് മെയിൻലി ടു ടൈപ്സ്. ഫസ്റ്റ് വൺ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് സെക്കൻഡ് വൺ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെച്യൂരിറ്റി ടൈം ഓർ അതിൻ്റെ തിരിച്ചടയ്ക്കാനുള്ള കാലാവധി റീപേയ്മെൻറ്റ് പീരീഡ് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. റീപേയ്മെൻറ്റ് പീരീഡ് സ്പെസിഫിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയും. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വൈൻഡിങ് അപ്പ് ടൈമിൽ അല്ലെങ്കിൽ എൻഡ് ഓഫ് ടൈമിലാണ്, എൻഡ് ഓഫ് ദ ലൈഫ് ഓഫ് കമ്പനിയാണ് നമ്മളത് തിരിച്ചു കൊടുക്കുള്ളൂ. നമുക്കതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ കെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഇക്വേഷൻ ഡി പി മീൻസ് ഡിവിഡൻഡ് പെർ പ്രിഫറൻസ് ഷെയർസ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. ദെൻ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഈക്വൽ ടു ഡിവിഡൻഡ് പെർ പ്രിഫറൻസ് ഷെയർസ് പ്ലസ് 1/n ഇൻറ്റു ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് ആർ വി പ്ലസ് എൻ പി ഇൻറ്റു 100. അതിൽ ഡി പി എന്ന് പറയുന്നത് ഡിവിഡൻഡ് പെർ പ്രിഫറൻസ് ഷെയർസ് ആണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, ആർ വി റിഡീമബിൾ വാല്യൂ ആണ്, ദെൻ എൻ പി നെറ്റ് പ്രൊസീഡ്സ് ആണ്. റിഡീമബിൾ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചടക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കണ വാല്യൂ ആണ് റിഡീമബിൾ വാല്യൂ. ദെൻ എൻ പി എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രൊസീഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ബേസ് ചെയ്തിട്ടൊരു പ്രോബ്ലം നോക്കാം. എക്സ് ലിമിറ്റഡ് issued rupees 20,000 5% preference shares of rupees 10 each. Cost of issue rupees 2 per share. Compute the cost of preference share capital at par. നമ്മുടെ ഇക്വേഷൻ നമ്മൾ ആദ്യം തന്നെ മെൻഷൻ ചെയ്യണം. എന്തായിരുന്നു? ഇവിടെ നമുക്ക് ഡേറ്റ് അല്ലെങ്കിൽ എത്ര ഇയർ കഴിഞ്ഞിട്ടാണ് അത് റിഡീം ചെയ്യുന്നതെന്നും തന്നിട്ടില്ല. സോ ഇത് ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. സോ നമ്മുടെ ഇക്വേഷൻ ഡി പി ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. സോ ഡി പി എന്ന് പറയുന്നത് ഡിവിഡൻഡ് പറയുന്നത് 20,000 ഷെയർസ് ആണ് അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. ഒരു ഷെയറിൻ്റെ വാല്യൂ 100 റുപ്പീസ് ആണ്. സോ ടോട്ടൽ പ്രിഫറൻസ് ഷെയർസ് 20,000 ഇൻറ്റു 100 ആണ്. ദെൻ അതിൻ്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് 5% ആണ്. സോ 20,000 ഇൻറ്റു 100 ഇൻറ്റു 5% ആണ് ഡിവിഡൻഡ് വരാം. ഓക്കെ, ദെൻ അതുപോലെ ടോട്ടൽ പ്രിഫറൻസ് ഷെയർസ് എന്താണ്? നമ്മൾ പറഞ്ഞു 20,000 ഷെയർസ് ആണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഒരു ഷെയറിൻ്റെ വാല്യൂ 100 റുപ്പീസ് ആണ്. സോ 20 lakh ഷെയർസ് ആണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ഒരു ഷെയറിൻ്റെ കോസ്റ്റ് എത്ര വരുന്നുണ്ട് അവർക്ക്? ₹2. സോ നമ്മൾ ആ കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കോസ്റ്റ് അവർക്ക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോസ്റ്റ് ലെസ് ചെയ്തിട്ട് വേണം എൻ പി കണ്ടുപിടിക്കാനായിട്ട്, നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. സോ 20 lakhൽ നിന്ന് മൈനസ് 20,000 ഇൻറ്റു 2 നമ്മൾ ലെസ് ചെയ്യണം. ആ 20,000 ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താ? കോസ്റ്റ് ആണ്. ഒരു ഷെയർ ഇഷ്യൂ ചെയ്യാനായിട്ട് അവർക്ക് 2 റുപ്പീസ് പെർ ഷെയർ കോസ്റ്റ് വരുന്നുണ്ട്. സോ ഇവിടെ എത്ര ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്? 20,000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. സോ 20,000 ഇൻറ്റു 2 നമ്മൾ ലെസ് ചെയ്യണം. എന്നിട്ട് വേണം നെറ്റ് പ്രൊസീഡ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ദെൻ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഈക്വൽ ടു
എന്താ നമുക്ക് ഡിവിഡൻഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 1 lakh ആണ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് 19,60,000 ഇൻറ്റു 100. സോ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് 5.1% കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. X Limited issued rupees 20,000 5% preference shares of rupees 100 each. Then cost of issue is rupees 2 per share. Compute the cost of preference share capital at a premium of 10%. നമ്മൾ മുന്നേ പറഞ്ഞ പ്രോബ്ലം തന്നെ ഇവിടെ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്രീമിയത്തിനാണ്, 10% പ്രീമിയത്തിനാണ്. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഇക്വേഷൻ മെൻഷൻ ചെയ്തു. ദെൻ ഡിവിഡൻഡ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്തു. 20,000 ഷെയർസ് ആണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. 100 റുപ്പീസാണ് ഒരു ഷെയറിൻ്റെ വാല്യൂ ഇൻറ്റു 5% ആണ് അവരുടെ ഡിവിഡൻഡ്. സോ ഡിവിഡൻഡ് നമുക്ക് 1 lakh കിട്ടി. ദെൻ ടോട്ടൽ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ ഓൾറെഡി മുന്നേ പറഞ്ഞ പോലെ തന്നെ 20,000 ഷെയർസ് 100 റുപ്പീസ് വെച്ച് 20 lakhും ഇവിടെ പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്രീമിയത്തിനാവുമ്പോൾ ആ ടോട്ടൽ ഷെയർസ് എത്രയുണ്ട്? 20 lakh ഉണ്ട്. അതിൻ്റെ 10% നമുക്ക് പ്രീമിയം കിട്ടും. സോ 2 lakh നമുക്ക് പ്രീമിയം വരും. ആ 2 lakh കൂടി നമ്മൾ 20,000ൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ ടോട്ടൽ നമുക്ക് 22 lakh ആണ് വിത്ത് പ്രീമിയം വരുന്നത്. ദെൻ നെറ്റ് പ്രൊസീഡ്സ് കാണുമ്പോൾ 20 lakhിൽ നിന്ന് നമ്മൾ ഒരു ഷെയറിന് നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? 2 per ഷെയർ കോസ്റ്റ് വരുന്നുണ്ട്. ആ 2 per ഷെയർ നമ്മൾ ലെസ് ചെയ്യണം. 20,000 ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, 2 rupees per ഷെയറാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ചിലർക്ക് ഡൗട്ട് വരാറുണ്ട്, നമ്മൾ പ്രീമിയം കൂടി കണ്ടിട്ടാണോ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? അല്ല, നമ്മൾ ഇഷ്യൂ ചെയ്യണ ഷെയർ എത്രയാണോ അത്രയും ഷെയർസിനാണ് നമുക്ക് കോസ്റ്റ് വരാം. സോ ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ എത്രയാണ്? 20,000 ഷെയറാണ്. സോ 20,000 ഷെയറിന് 2 rupees per ഷെയറാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. അതാണ് നമ്മൾ ലെസ് ചെയ്യേണ്ടത്. ഓക്കെ, 22 lakh മൈനസ് 40,000. പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 21,60,000 നെറ്റ് പ്രൊസീഡ്സ് കിട്ടി. ഇനി നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് ഈക്വൽ ടു 1 lakh ഡിവൈഡഡ് ബൈ 21,60,000 ഇൻറ്റു 100. then അത് ചെയ്യുമ്പോൾ നമുക്ക് 4.63% കിട്ടി. ഇതിൽ നമുക്ക് ടോട്ടൽ പ്രിഫറൻസ് ഷെയർസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 100 എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രീമിയം കൂടിയുള്ള കാരണം ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ 20,000 ഇൻറ്റു 110 ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി 22 lakh കിട്ടും. അങ്ങനെയും നമുക്ക് ചെയ്യാം, കാരണം 10% പ്രീമിയം ഉണ്ട്. അപ്പോൾ ആക്ച്വൽ വാല്യൂ 100 ആണ്, 10% കൂടിയിട്ടുണ്ട് പ്രീമിയം. സോ 110 നമുക്ക് ഡയറക്റ്റ്ലി 20,000ൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. X Limited issued 20,000 5% preference shares of rupees 100 each. Cost of issue 2 തന്നെ. Then compute the cost of capital at a discount of 5%. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു പാർ വാല്യൂവിനാണ് ഇഷ്യൂ ചെയ്യണമെങ്കിൽ എങ്ങനെ വരും. സെക്കൻഡ് വൺ നമ്മൾ പ്രീമിയത്തിലാണ് നോക്കിയത്. ദെൻ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഡിസ്കൗണ്ട് ആണെങ്കിൽ എങ്ങനെയാണ് വരാമെന്ന്. ഓക്കെ, നമ്മൾ ആദ്യം ഇക്വേഷൻ മെൻഷൻ ചെയ്തു. ദെൻ ഡിവിഡൻറ്റിന് ചേഞ്ച് ഒന്നുമില്ല. 20,000ന് 100 റുപ്പീസ് ഈച്ച് ആണ് നമുക്ക് ഒരു ഷെയറിൻ്റെ വാല്യൂ വരുന്നത്. സോ ടോട്ടൽ പ്രിഫറൻസ് ഷെയർസ് ഇവിടെ വരുമ്പോൾ എങ്ങനെ വരും? 5% ഡിസ്കൗണ്ട് ആണ്. സോ നമുക്ക് 100 റുപ്പീസ് കിട്ടില്ല, 95 റുപ്പീസാണ് ഒരു ഷെയറിന് കിട്ടുള്ളൂ. അപ്പോൾ ഇതും നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് 20,000 ഇൻറ്റു 95 ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 20,000 ഇൻറ്റു 100 ആണ് ടോട്ടൽ പ്രിഫറൻസ് ഷെയർസ് വരുന്നത്. അതിൽ 5% ആണ് ഡിസ്കൗണ്ട് വരുന്നത്. സോ 20 lakhൻ്റെ 5% നമ്മൾ ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അത് നമുക്ക് ടോട്ടൽ പ്രിഫറൻസ് ഷെയർസിൽ നിന്ന് ലെസ് ചെയ്തിട്ട് 19 lakh അങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 19 lakhിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഇഷ്യൂ നമുക്ക് ഒരു ഷെയറിന് 2 rupees per ഷെയറാണ് വരുന്നത് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ആ കോസ്റ്റ് ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 18,60,000 കിട്ടും. സോ നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് ഡി പി നമുക്ക് 1 lakh തന്നെ ഡിവൈഡഡ് ബൈ എൻ പി 18,60,000 ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 5.38%. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. എ കമ്പനി ഈസ് ഇഷ്യൂഡ് 1,007% പ്രിഫറൻസ് ഷെയർസ് ഓഫ് rupees 100 each at a premium of
10% redeemable after 5 years at par. കമ്പ്യൂട്ട് ദ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു റിഡംഷൻ നടത്തുന്നത് 5 ഇയേഴ്സ് കഴിയുമ്പോഴാണ്, പാർ വാല്യൂവിനാണ് റിഡംഷൻ നടത്തുന്നത്. അപ്പോൾ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ആണ്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഡി പി പ്ലസ് 1/n ഇൻറ്റു ആർ വി മൈനസ് എൻ പി ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് ആർ വി പ്ലസ് എൻ പി ഇൻറ്റു 100. സോ നമുക്ക് ഡി പി നോക്കാം. ഡിവിഡൻഡ് എന്താണ്? 1000 ഷെയർസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത് ഇൻറ്റു 100 റുപ്പീസ് ആണ് ഒരു ഷെയറിൻ്റെ വാല്യൂ ഇൻറ്റു 7% ആണ് ഡിവിഡൻഡ് വരാം. ദെൻ റിഡീമബിൾ വാല്യൂ റിഡംഷൻ നടത്തുന്നത് ഒരു പാർ വാല്യൂവിനാണ്. സോ 1000 ഇൻറ്റു 100 ആണ് അതിൻ്റെ റിഡീമബിൾ വാല്യൂ വരാം. ദെൻ അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പ്രീമിയത്തിലാണ്. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് വരുമ്പോൾ നമുക്ക് 1000 ഇൻറ്റു 110 ഡയറക്റ്റ്ലി നമുക്ക് ആ പ്രീമിയം കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? 1000 ഇൻറ്റു 100 പ്ലസ് 1000 ഇൻറ്റു 10% അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്താൽ മതി? പ്രീമിയം ആണെങ്കിൽ ആ പ്രീമിയം നമ്മൾ ആ ആക്ച്വൽ ഷെയർ വാല്യൂൻ്റെ കൂടെ 100ൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാം. 100 പ്ലസ് 100ൻ്റെ 10%. ഇപ്പോൾ ഡിസ്കൗണ്ട് ആണെങ്കിൽ ആ ഡിസ്കൗണ്ടിൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ ആ പെർസെൻറ്റേജ് നമ്മൾ ആ വാല്യൂന്ന് ലെസ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഡിവിഡൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് 7000 പ്ലസ് 1/5 ആണ് ഇവിടെ n വരാം. n 5 ഇയേഴ്സ് ആണ്. സോ 1/5 ഇൻറ്റു റിഡീമബിൾ വാല്യൂ 1 lakh മൈനസ് എൻ പി 1,10,000 all divided by half of 1 lakh plus 1,10,000 into 100. Then 7,000 minus 2,000 divided by 1,05,000 into 100. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി 5,000 ഡിവൈഡഡ് ബൈ 1,05,000 ഇൻറ്റു 100. ദെൻ അത് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ വാല്യൂ 4.76% കിട്ടും. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസും അതുപോലെ തന്നെ ഇറഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് പാർ വാല്യൂവിന് വരുമ്പോൾ എങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പ്രീമിയത്തിനാണെങ്കിലും ഡിസ്കൗണ്ടിലാണെങ്കിലും എങ്ങനെയാണ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ആൻഡ് റിറ്റെയിൻഡ് ഏർണിങ്സ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യണം. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ അത് കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.